പനയമ്പാടത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട ചരക്ക് ലോറി മറിഞ്ഞ് 4 സ്കൂൾ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ 2 ലോറികളുടെയും ഡ്രൈവർമാരെ റിമാൻഡ് ചെയ്തു. വഴിക്കടവ് സ്വദേശി പ്രജീഷ്, കാസർഗോഡ് സ്വദേശി മഹേന്ദ്ര പ്രസാദ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. 2 ആഴ്ചത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. അപകടത്തിന് കാരണമായ ലോറി ഡ്രൈവർ പ്രജീഷ്, കുട്ടികളുടെ മുകളിലേക്ക് മറിഞ്ഞ ലോറിയുടെ ഡ്രൈവർ കാസർഗോഡ് സ്വദേശിയായ മഹേന്ദ്ര പ്രസാദ് എന്നിവരെയാണ് മണർകാട് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ നേരത്തെ നരഹത്യയ്ക്ക് കേസെടുത്തിരുന്നു. ലോറി ഡ്രൈവർ പ്രജീഷ് തനിക്ക് പറ്റിയ പിഴവാണ് അപകടത്തിന് കാരണമെന്ന് കുറ്റസമ്മതം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നരഹത്യയ്ക്ക് കേസെടുത്തത്. ഒരു ബൈക്ക് കുറുകെ ചാടിയെന്നും പക്ഷെ താനത് ശ്രദ്ധിക്കാതെ പോയപ്പോഴുള്ള പിഴവാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രജീഷ് പോലീസിന് മൊഴി നൽകിയത്. കുട്ടികളുടെ മുകളിലേക്ക് മറിഞ്ഞ ലോറിയുടെ ഡ്രൈവർ മഹേന്ദ്ര പ്രസാദിനെതിരെ നരഹത്യ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ദൃക്സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇവരെ മണർകാട് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ഇന്നലെ ദാരുണമായി കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് അപകടമുണ്ടായത്. നടന്നു വരികയായിരുന്ന കുട്ടികളുടെ മുകളിലേക്ക് സിമന്റ് ലോറി മറിയുകയായിരുന്നു. പള്ളിപ്പുറം വീട്ടിൽ അബ്ദുൾ സലാം, ഫാരിസ ദമ്പതികളുടെ മകൾ ഇർഫാന ഷെറിൻ, പൊട്ടേത്തൊടിയിൽ വീട്ടിൽ അബ്ദുൾ റഫീഖ്, ജസീന ദമ്പതികളുടെ മകൾ റിദ ഫാത്തിമ, കൗളുങ്ങേൽ വീട്ടിൽ അബ്ദുൾ സലീം, നബീസ ദമ്പതികളുടെ മകൾ നിദ ഫാത്തിമ, അത്തിക്കൽ വീട്ടിൽ ഷറഫുദ്ദീൻ, സജ്ന ദമ്പതികളുടെ മകൾ ആയിഷ എന്നിവരാണ് മരിച്ച കുട്ടികൾ. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിമ്പ പനയമ്പാടത്തായിരുന്നു അപകടം ഉണ്ടായത്. വ്യാഴാഴ്ച വൈകിട്ട് 3:45 സംഭവം. സ്കൂളിൽ നിന്ന് റോഡരികിലൂടെ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന 5 കുട്ടികൾക്കിടയിലേക്കാണ് ലോറി പാഞ്ഞു കയറിയത്. ലോറി വരുന്നത് കണ്ട് മറുവശത്തേക്ക് ഓടി മാറിയ ഒരു കുട്ടി രക്ഷപ്പെട്ടു. ബാക്കി 4 പേർ ലോറിക്കടിയിലും സമീപത്തെ ചാലിനുമിടയിലായി കുടുങ്ങിയ നിലയിലായിരുന്നു. സിമന്റുമായെത്തിയ ലോറി മണർകാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു. പനയമ്പാടത്തെ കയറ്റം കയറിയ ലോറിയുടെ മുന്നിൽ മണർകാട് ഭാഗത്തു നിന്നെത്തിയ മറ്റൊരു ലോറി ഇടിച്ചതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. സംഭവ സമയത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. ഇതൊക്കെയാകാം അപകടത്തിലേക്ക് നയിച്ച കാരണമെന്ന് കരുതുന്നുണ്ട്. എന്തായാലും തനിക്ക് പറ്റിയ പിഴവാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന് ഡ്രൈവർ പറഞ്ഞിരിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കുട്ടികളുടെ ഖബറടക്കം നടത്തിയത്. 100 കണക്കിന് ആളുകളാണ് ഹാളിലും പള്ളിയിലും ഒക്കെ കുട്ടികളെ കാണാൻ എത്തിയത്. ഇന്നലെ വൈകുന്നേരമായിരുന്നു നാടിനെ നടുക്കിയ സംഭവം നടന്നത്. അതേസമയം വീട്ടുകാരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന വിഷമത്തിലായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും. എന്തായാലും ദാരുണമായ ഒരു അപകടം തന്നെയായിരുന്നു പനയമ്പാടത്ത് നടന്നത്. ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞ് മടങ്ങിപ്പോയ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ലോറി വന്ന് മറിഞ്ഞത്. ഇതിൽ ഒരു കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു.